ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് ഞങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ ആൻഡമാനിൽ പോയ വ്ളോഗാണിത്. ഇത് ഞങ്ങളുടെ ആനിവേഴ്സറി ട്രിപ്പ് കൂടെ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഒരു 6 ഡേയ്സ് എടുത്തിട്ടാണ് ആൻഡമാനിലേക്ക് പോയത്. 6 ഡേയ്സ് ലീവ് എടുത്തു. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ നിന്നാണ് ഫ്ലൈറ്റിലാണ് പോയത്. അപ്പോൾ അവിടെ വരെ ഞങ്ങൾ ട്രെയിനിലാണ് പോയത്. അത് രാവിലെ ഒരു 5:30-ക്കൊക്കെ ഇറങ്ങി ഒരു 6 മണിക്ക് ട്രെയിനിൽ കയറി ഒരു 11:30 ആയപ്പോഴാണ് നമ്മൾ ചെന്നൈയിലെത്തിയത്. അപ്പോൾ ഇത് ഡിസംബറിലാണ് നമ്മൾ പോയിരുന്നത് കേട്ടോ. ഡിസംബറിലാണ് നമ്മളുടെ ആനിവേഴ്സറി വരുന്നത്. അപ്പോൾ ഡിസംബർ 8-നാണ് നമ്മൾ ചെന്നൈയിൽ പോയത്. പിന്നെ 9th തൊട്ട് നമ്മളുടെ ജേർണി, നമ്മളുടെ 6 ഡേയ്സ് വരുന്ന ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 6 ഡേയ്സിൻ്റെ പാക്കേജാണ് നമ്മൾ എടുത്തത്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോവുകയാണ് കേട്ടോ. ട്രെയിനിൽ പോയ കാഴ്ചകളാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ കഴിക്കാതൊക്കെയാണ് ഇറങ്ങിയത്. അപ്പോൾ രാവിലെ ട്രെയിനിൽ നിന്ന് വാങ്ങിക്കണ്ടെന്ന് കരുതിയിട്ട് അമ്മ നമുക്ക് ചപ്പാത്തിയും ടൊമാറ്റോ ഫ്രൈയും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടൊമാറ്റോ ഫ്രൈ. അപ്പോൾ എനിക്ക് രാവിലെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ രാവിലെ അമ്മ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമ്മൾ ട്രിവാൻഡ്രത്തു നിന്നാണ് കേട്ടോ ചെന്നൈയിലേക്ക് പോകുന്നത്. ട്രിവാൻഡ്രത്ത് ആണ് വീട്. അപ്പോൾ അവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 11:30-ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. 11:30 ഒരു 12 മണിക്ക് ആ ഒരു ഇടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ റൂം അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, റിട്ടയറിങ് റൂം. പക്ഷേ ഞാൻ ഒരിക്കലും ആ റൂം സജസ്റ്റ് ചെയ്യില്ല. കാരണം ഭയങ്കര മൂട്ട ശല്യമൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിക്കും എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല ആ ദിവസം. ഇത് വന്ന് വല്ലതും ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി കാരണം ഭയങ്കര വൃത്തിയില്ലാത്തൊരു റൂമായിരുന്നു എനിക്ക് കിട്ടിയത്. എനിക്കൊന്ന് മിക്ക റൂംസും അങ്ങനെ തന്നെയാണ്. ഇനി പോകുന്നവർ ചെന്നൈയിൽ റിട്ടയറിങ് റൂമൊന്നും എടുക്കരുത് കേട്ടോ. ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയിൽ എടുത്തത്. ഗോവയിൽ പോയപ്പോൾ നമ്മൾ റിട്ടയറിങ് റൂമാണ് കേട്ടോ എടുത്തിരുന്നത്. അത് ഭയങ്കര നീറ്റ്, ഇത്രയും നീറ്റുള്ള റൂം ഞാൻ വേറെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു റൂമായിരുന്നു. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം രാവിലെ നമുക്ക് മെട്രോ വഴിയാണ് കേട്ടോ പോകേണ്ടത് ചെന്നൈ എയർപോർട്ടിലേക്ക്. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്, റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് പോവായിരുന്നു. അപ്പോൾ രാവിലെ ഒരു ബദാം മിൽക്കൊക്കെ കുടിച്ചിട്ടാണ് മെട്രോയിലേക്ക് പോയത്. അത് നല്ല അടിപൊളി ബദാം മിൽക്കായിരുന്നു. നമുക്കിവിടെയൊക്കെ കിട്ടുന്ന പോലെ തന്നെ നല്ലതായിരുന്നു. അങ്ങനെ നമ്മൾ മെട്രോയിലേക്ക് നടന്നൊരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ. ഒരു 800 മീറ്ററോ 500 മീറ്ററോ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നടന്നു തന്നെയാണ് പോയത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് മെട്രോയിലേക്ക് കയറുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലാസ്റ്റ് സ്റ്റോപ്പായിരുന്നു നമ്മളുടെ എയർപോർട്ട്. അപ്പോൾ കുറച്ച് നേരം ഇരിക്കേണ്ടി വന്നു. ഒരു 15-20 മിനിറ്റ്സ് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തി കേട്ടോ. നമ്മുടെ മെട്രോന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു എസ്കലേറ്റർ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഒരു 15-16 എസ്കലേറ്റർ എന്തോ ഉണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോഴത്തേക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ലോഞ്ചിലേക്ക് പോയി കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കാർഡ് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാം. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് രാവിലെ. അപ്പോൾ ഞാൻ ഈ സോസേജ് അങ്ങനത്തെ ബ്രെഡൊക്കെയാണ് വാങ്ങിയത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റാണ് വാങ്ങിയത്. എനിക്ക് ഇഡ്ഡലി, സാമ്പാർ, ദോശ എന്നും കഴിക്കുന്ന ഫുഡിനോട് ഇപ്പോൾ വലിയ താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതാണ് വാങ്ങിയത്. ഞങ്ങൾ രണ്ടും അതാണ് വാങ്ങിയത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്, കയറാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫ്ലൈറ്റ് എനിക്ക് തോന്നുന്നു ഒരു 45-30 മിനിറ്റ്സ് എന്തോ ലേറ്റ് ആയിരുന്നു, ഡിലേ വന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഫ്ലൈറ്റിൽ കയറിയത്. നമ്മൾ ഇൻഡിഗോയിലാണ് കേട്ടോ പോകുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റിലാണ്. അപ്പോൾ കയറുകയാണ്. ഇനിയിപ്പോൾ ഒരു 3 hours ജേർണി ഉണ്ട്.
അപ്പോൾ നമ്മളൊരു ആഫ്റ്റർനൂണിനൊക്കെയാണ് എത്തുന്നത്, ഒരു 2 മണി 2:30 ആ ഒരു ടൈമിൽ. നമ്മൾ ഫുഡൊക്കെ നേരത്തെ ഈ ബുക്ക് ചെയ്തപ്പോഴേ നമ്മൾ ഈ ഫുഡും കൂടെയാണ് ബുക്ക് ചെയ്തത്. അത് കാരണം വലിയ പ്രശ്നം വരുന്നില്ല. ഫ്ലൈറ്റ് എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് വന്നു കേട്ടോ. നമ്മൾ ഒരു സാൻഡ്വിച്ചും ഒരു ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിരുന്നത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. നല്ല പാക്കേജിങ് ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. ചിക്കൻ ബിരിയാണി നമ്മൾ കുറച്ച് ഡ്രൈ ആണ് കേട്ടോ. അത് നമ്മൾ ഇനി ഹോട്ട് വാട്ടർ ഉപയോഗിച്ച് അവർ തന്നെ അത് സെറ്റ് ചെയ്ത് നമുക്ക് കൊണ്ടുതരും. എന്നിട്ടൊരു 15 മിനിറ്റ്സ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നെ കഴിക്കാം. ടേസ്റ്റ് വൈസ് നമുക്ക് നോർമലി നമ്മൾ കഴിക്കുന്ന ചിക്കൻ ബിരിയാണി പോലെയല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അത് ഡ്രൈ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മസാലാസൊക്കെ കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ട് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടും ഓരോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സാൻഡ്വിച്ചും ഉണ്ടായിരുന്നു. സാൻഡ്വിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് കഴിച്ചപ്പോൾ തന്നെ വേറെ നിറഞ്ഞു. ഞാൻ പകുതി പിന്നെ നന്ദുവിന് കൊടുക്കുക ചെയ്തത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, അത്യാവശ്യം റേറ്റും ഉണ്ട്. പിന്നെ സാൻഡ്വിച്ച് നമ്മൾ റൂമിലേക്ക് കൊണ്ടുപോയി കേട്ടോ. ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു കാഴ്ചയാണ് കേട്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് ഞങ്ങളുടെ മാൽദീവ്സ് ട്രിപ്പാണ് ഓർമ്മ വരുന്നത്. അവിടെയും ഇങ്ങനെയാണല്ലോ, അതും ഐലൻഡാണ് ഇതും ഐലൻഡാണ്. ഈ ടൊർക്കോയിസ് ബ്ലൂ എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അത് നമ്മൾ നേരിട്ട് കണ്ടാലും നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ആ ഒരു ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അതും ബ്ലൂ കളർ. നമുക്കത് ലൈഫിൽ ഒരു വട്ടമെങ്കിൽ നമ്മൾ കാണണം. കുറച്ചുകൂടെ പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഈ നല്ലൊരു ഗ്രീനറി വ്യൂ ആയിരുന്നു. കാരണം ഈ അവിടെ കൂടുതലും നമ്മളുടെ കേരളം പോലെ തന്നെ കുറേ തെങ്ങും മരങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കാണാനും നല്ല രസം. അപ്പോൾ ആൻഡമാൻ്റെ ക്യാപിറ്റലായ പോർട്ട് ബ്ലെയറിലാണ് നമ്മൾ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ നമുക്ക് ഈ ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്ലൈറ്റിൽ വെച്ച് തന്നെ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അകത്തോട്ടൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ എടുത്തിരിക്കുന്ന പാക്കേജ് ഒരു ടൂർ പ്ലാനറായ മൈ ടൂർ ഗുരു എന്ന് പറഞ്ഞ അവരുടെ പാക്കേജാണ് എടുത്തിരിക്കുന്നത്, 6 ഡേയ്സിൻ്റെ. അപ്പോൾ അവർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഗിഫ്റ്റ്, ഒരു ചെറിയ സ്ലിംഗ് ബാഗ് പോലെ ജെൻസിന് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബാഗ് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് പിന്നെ നന്ദു യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മളെ എല്ലായിടത്തും കാറിൽ തന്നെയാണ് കൊണ്ടുവന്നത് കേട്ടോ. പിക്കപ്പും ഡ്രോപ്പും എല്ലാം, പിക്ക് ചെയ്യുന്നതും ഡ്രോപ്പ് ചെയ്യുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത് ഹോട്ടൽ കിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റൂമും സർവീസും എല്ലാം നല്ലതായിരുന്നു. നല്ല റൂമായിരുന്നു. നമ്മൾ കൊടുത്ത റേറ്റിനനുസരിച്ചുള്ള റൂമെല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നും നമുക്ക് മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ടില്ല. ഇതാണ് നമ്മൾ അന്ന് ആ ഒരു ദിവസം താമസിച്ച റൂം. അപ്പോൾ നമ്മൾ ഇനി 6 ഡേയ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഏറ്റവും ലാസ്റ്റ്, അതായത് 6th ഡേയിലും നമ്മൾ ഇവിടെ തന്നെ ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ
ബാക്കി ഐലൻഡിലൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ പോർട്ട് ബ്ലെയറിൽ തന്നെ വരും. അപ്പോൾ ഇവിടെ തന്നെയായിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ പാക്കേജിലെ ഫസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് സെല്ലുലാർ ജയിലാണ്. അവിടെ നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സൊക്കെ കടന്നിട്ടുള്ള ജയിലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഇപ്പോൾ കാണാം. ഇവിടെ ചെറിയൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 50 റുപ്പീസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് നേരത്തെ അവർ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ടൂർ പ്ലാനർ. അപ്പോൾ അവർ തന്നെ കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇതാണ് ജയിൽ. അപ്പോൾ നമ്മൾ കയറാനുള്ള തിരക്കാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു വൈകുന്നേരം ഒരു 3:30-ക്കൊക്കെയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കിവിടെ എനിക്കൊന്ന് ട്രിവാൻഡ്രത്തൊക്കെ ഈ എക്സിബിഷനൊക്കെ കാണാമല്ലോ, അതേപോലത്തെ രീതിയിലുള്ള ഫോട്ടോസൊക്കെ കാണാൻ പറ്റും ഇവിടെയും. ഇതുപോലൊരു ജയിലിൻ്റെ ഒരു രീതിയിൽ ഞാൻ ട്രിവാൻഡ്രത്ത് കണ്ടിട്ടുണ്ട് ഒരു എക്സിബിഷൻ. നമ്മുടെ പൂജപ്പുര ജയിലിൻ്റെ അതേ രീതിയിൽ അവർ സെറ്റൊക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് ഓർമ്മ വന്നു ഇവിടെ വന്നപ്പോൾ. ഇതൊക്കെ നമ്മളുടെ ഈ തടവുകാരെ തൂക്കിക്കൊല്ലുന്ന സ്ഥലമാണ്. ഇതൊക്കെ അങ്ങനെ തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വീർ സവാർക്കറിൻ്റെ റൂമാണ് കേട്ടോ. അദ്ദേഹം കടന്നിരുന്ന റൂം, പിന്നെ അദ്ദേഹം കഴിച്ചിരുന്ന പ്ലേറ്റ്, അതൊക്കെ കാണാം. അപ്പം അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അപ്പോൾ ഒരു കോൺസ്പിറസി കേസിൽ 50 വർഷം ഈ പ്രിസണിൽ കിടക്കേണ്ടി വന്നു. ഇതൊരു ഐലൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ശംഖ് കൊണ്ടുള്ള സോവനിയേഴ്സൊക്കെ കിട്ടുന്ന ഷോപ്പ് അടുത്തടുത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഈ സെല്ലാർ ജയിലിൻ്റെ അടുത്ത്. അപ്പോൾ അങ്ങനെ വേണ്ടുന്നവർ ഇവിടെ വന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. റേറ്റൊക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളതുപോലെ തന്നെ ആ ഒരു റേറ്റൊക്കെ തന്നെയാണ് ഉണ്ടാവുന്നത്. വലിയ റേറ്റ് കൂടുതലായിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ എല്ലാവരും ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് അവർക്ക് ഹിന്ദിയാണ്. അപ്പോൾ ഹിന്ദിയിലാണ് മിക്കവരും സംസാരിക്കുന്നത്. അപ്പം എനിക്ക് അത്ര വശമില്ലാത്തതുകൊണ്ട് നന്ദുവാണ് അത് കൂടുതൽ ഹാൻഡിൽ ചെയ്തത്. നന്ദുവിനെ കുറച്ചൊക്കെ അറിയാം. പിന്നെ ഇംഗ്ലീഷ് അങ്ങനെ ഇല്ല, കൂടുതലും ഹിന്ദി തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സെല്ലാർ ജയിലിൻ്റെ ലൈറ്റ് ഷോ രാത്രി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് ഇടയ്ക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ ആ സമയം നമുക്ക് നമ്മുടെ പാക്കേജിൽ ഒരു ജെറ്റ് സ്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജെറ്റ് സ്കി ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈം യൂട്ടിലൈസ് ചെയ്തു. അത് കോർബൻ കോവ് ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബീച്ചിലായിരുന്നു. തൊട്ടടുത്ത് തന്നെയാണ് ആ ബീച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ജെറ്റ് സ്കി ചെയ്തത്. അത്യാവശ്യം നല്ല ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു ജെറ്റ് സ്കിക്ക്.
കൊടുത്ത പൈസ എന്തായാലും മുതലായി എന്ന് തന്നെ പറയാം. നല്ല പക്ഷേ ബീച്ചൊന്നും നമ്മൾ ക്ലിയർ വാട്ടറൊന്നും അല്ല, എങ്കിലും ജെറ്റ് സ്കി നന്നായിട്ട് ഞങ്ങൾ രണ്ടും നന്നായിട്ട് ചെയ്തു. പിന്നെ നമ്മളുടെ ഡ്രോയിങ്സ് വേണമെങ്കിൽ അവിടെ ലൈവായിട്ട് അവർ വരച്ച് തരും. അത് അങ്ങനെ ഉണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുന്ന പോലെ എന്താ ഈ ചാറ്റ് മസാലയൊക്കെ ഇട്ട്, പിന്നെ ആ സുണ്ടലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ തരും. പിന്നെ ഈ നട്ട്സൊക്കെ ഇട്ടിട്ട് കപ്പലിൻ്റെ ഈ കടലയൊക്കെ ഇട്ടിട്ടുള്ള ഇങ്ങനത്തെയൊക്കെ സ്നാക്സൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളൊരെണ്ണം വാങ്ങി. പക്ഷേ എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ അത് വാങ്ങിയിട്ട് നമ്മളൊരു സൈഡിൽ പോയിട്ട് എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കി ബീച്ചൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ചിട്ട് രാത്രി ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ വലിയ ഫുഡ് വലുതായിട്ട് ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് നമ്മളൊരു മാഗിയൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ.
ഇനി എന്തായിരിക്കും ഇവിടെ ഫുഡെന്ന് കരുതി മാഗിയാണ് കഴിച്ചത്. പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ കടയിലൊക്കെ ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഇങ്ങനെ തൊപ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതൊന്നും വാങ്ങിയില്ല. ലാസ്റ്റ് ഡേ വാങ്ങാമെന്ന് കരുതി വെച്ചു. പിന്നെ ഒരു ചെറിയ ബ്രേസ്ലെറ്റ് പോലെ എന്തോ വാങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്തെങ്കിലും വാങ്ങണോ കഴിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇരിക്കാമെന്ന് കരുതിയിട്ട് അവിടെ കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ സെല്ലാർ ജയിലിലേക്ക് തന്നെ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ നമ്മളെ തിരിച്ച് കാറിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ സെല്ലാർ ജയിലിൽ പോകാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ കൊണ്ടുവിട്ടിട്ട് അവരൊന്ന് പോയി. അപ്പം നമുക്കൊരു 8 മണിക്ക് എന്തോ ആണ്. അപ്പോൾ 8 മണിക്ക് നമുക്ക് അവർ ടിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് നമുക്ക് കയറാം. അപ്പോൾ ഇത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഒരു വകയും വീഡിയോ എടുക്കാൻ പറ്റില്ല. അത് കാരണം ഇവർ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ ബ്ലോക്കൊക്കെ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ എന്തൊക്കെ ഞാൻ എടുത്തു. അപ്പോൾ ഫസ്റ്റ് ഡേ മാത്രമായിരുന്നു നമുക്ക് പോർട്ട് ബ്ലെയറിൽ ഉണ്ടായിരുന്നത്. ഇനി സെക്കൻഡ് ഡേ ഒക്കെ നമുക്ക് ഹാവ്ലോക്ക് ഐലൻഡാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ. അപ്പോൾ ഹാവ്ലോക്ക് ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഫെറി വഴിയേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ കാറിൽ കയറി പോവുകയാണ്. അപ്പോൾ നമ്മൾ നോട്ടിക്കയിലാണ് പോകുന്നത് കേട്ടോ. നമുക്ക് 2-3 ടൈപ്പ് ഫെറി ഉണ്ട്. ഗവൺമെൻറ് ഫെറി ഉണ്ട്, പിന്നെ പ്രൈവറ്റ് ഫെറി ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രൈവറ്റാണ് എടുത്തേക്കുന്നത്. പ്രൈവറ്റിൽ തന്നെ നോട്ടിക്ക, അങ്ങനെ ഗ്രീൻ ഓഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് അധികം ഫെറീസ് ഉണ്ട്. 3 ഫെറി ഉണ്ട്. അപ്പോൾ നമ്മൾ നോട്ടിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നോട്ടിക്കയിൽ വന്നിട്ട് ഇങ്ങനെ അവിടെയും വീഡിയോസ് ഒന്നും എടുത്തുകൂടാ, ഇങ്ങനെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് നമുക്ക് പാക്ക് ചെയ്ത ഫുഡ് എടുത്ത് കഴിച്ചു കേട്ടോ. ഫെറിയിൽ കയറാൻ നേരം ചെറുതായിട്ടൊരു മഴയുടെ റിഫ്ലക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ കയറി ലഗേജൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് മഴ പെയ്തത്. നല്ല മഴയായിരുന്നു. ഗവൺമെൻറ് ഫെറിയിൽ നിന്നും പ്രൈവറ്റ് ഫെറി കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. കാരണം അത് കുറച്ചുകൂടെ താമസിക്കും നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. അതിൽ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ കയറി ഇരുന്നപ്പോൾ തന്നെ മഴ പെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി മഴ പെയ്തു. പിന്നെ AC ആണ്. പിന്നെ നമുക്ക് ഈ ഫ്ലൈറ്റിലൊക്കെ പോലെ തന്നെ നമുക്ക് ഈ ഡ്രിങ്ക്സും ഫുഡും ഒക്കെ കൊണ്ടുതരും. നമ്മളത് പേ ചെയ്യണമെന്നേ ഉള്ളൂ.
ഒരു മണിക്കൂറൊക്കെ എന്തായാലും എടുക്കും കേട്ടോ നമ്മൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനിടയ്ക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ഒക്കെ വേണമെന്നൊരു അവർ തന്നെ പറയും, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, എന്തെങ്കിലും ഗെയിംസ് കളിക്കാം. അങ്ങനെ കുറേ പേര് നിന്ന് ഡാൻസൊക്കെ കളിച്ചു. പിന്നെ പാസിങ് ദ ബോളൊക്കെ കളിച്ചു. നമ്മളും ഡാൻസൊന്നും കളിച്ചില്ല, എങ്കിലും എല്ലാവരും എൻജോയ് ചെയ്യുന്നതൊക്കെ ഒന്ന് കണ്ടു. അങ്ങനെ നമ്മൾ ഹാവ്ലോക്ക് ഐലൻഡിൽ എത്തിയിട്ടോ. ഇനി നമുക്ക് നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് പതിയെ നമ്മളുടെ സ്റ്റേയിലേക്ക് പോകണം. അപ്പോൾ അതിനും അവർ നമ്മളെ കൂട്ടാൻ വരും, പിക്ക് ചെയ്യാൻ വരും. പ്ലക്കാർഡൊക്കെ വെച്ചിട്ട് നമ്മളുടെ പേരൊക്കെ എഴുതി നമ്മളെ കൂട്ടാൻ വരും അവർ. ഒരുപാട് ഈ ടൂർ പാക്കേജിൻ്റെ ആൾക്കാർ അവിടെ നിൽക്കുന്ന കാണാം, ഇങ്ങനെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട്. കാരണം ആൻഡമാനിലൊക്കെ വരുമ്പോൾ കൂടുതലും എല്ലാവരും പാക്കേജ് എടുത്ത് തന്നെ വരും. അല്ലെങ്കിൽ ചിലപ്പം ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഇങ്ങനെ പ്ലക്കാർഡ് പിടിച്ചിങ്ങനെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആളിനെ നമ്മൾ കണ്ടു കിട്ടിയിട്ടുണ്ട്, അതിപ്പോൾ കാണാം. എൻ്റെ പേരായിരുന്നു കൊടുത്തിരുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ പേര് തന്നെയാണ് കിടന്നത്. മിസ്സിസ് ആര്യ എന്ന് തന്നെയാണ് കിടന്നത്. അപ്പോൾ നമ്മളിനി നമ്മളുടെ സ്റ്റേയിലേക്ക് പോവുകയാണ്. നമ്മുടെ റോയൽ വില്ല റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അത് നല്ല റിസോർട്ട് തന്നെയായിരുന്നു. അവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു. ഒരു 4 സ്റ്റാർ ടൈപ്പ് റിസോർട്ടായിരുന്നു. അപ്പോൾ നമ്മളിനി 2 ഡേയ്സ് ഇവിടെ തന്നെയാണ് സ്റ്റേ. നമ്മളുടെ ആനിവേഴ്സറി ഉണ്ട്, അപ്പോൾ അതും ഇവിടെ തന്നെയാണ്. ഇവിടെ വൈഫൈക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, റേഞ്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. ഐലൻഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും കുഴപ്പമില്ല. ഇതായിരുന്നു നമ്മുടെ റൂം. നല്ല റൂമായിരുന്നു, ഞാൻ കുറ്റമൊന്നും പറയാനില്ല. നല്ല റൂമാണ്. നമുക്ക് ആദ്യം പോർട്ട് ബ്ലെയറിൽ കിട്ടിയ പോലെ തന്നെ കുറച്ചുകൂടെ ഒരു നല്ല വലിയ റൂമായിരുന്നു. ടി വി ഒക്കെ ഉണ്ട്, കെറ്റിലുണ്ട്, പിന്നെ ചെറിയൊരു ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് എന്നാണോ അതിന് പറയുന്നത് എനിക്കറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ബാത്റൂമായിരുന്നു. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു റൂമായിരുന്നു. പിന്നെ കബോർഡായാലും എല്ലാം നല്ലതായിട്ട് ഉണ്ടായിരുന്നു. ആദ്യം കിട്ടിയത് എനിക്ക് ഇതിലും കുറച്ചുകൂടെ ചെറിയ റൂമാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ റൂമിൽ നിൽക്കുന്നില്ല, നമ്മളെപ്പോഴും ഈ സൈറ്റ് സീയിങ്ങിന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ ചെറിയ ഫ്രിഡ്ജ് നമുക്ക് ഉപകാരപ്പെട്ടു കേട്ടോ. അത് ഞാൻ വഴിയേ പറയാം എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മളിനി ഫുഡ് കഴിക്കണം. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പാക്ക് ചെയ്ത് വന്നതുകൊണ്ട് ഉച്ചയ്ക്ക് നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കഴിച്ചത്. നല്ല കറിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷെ നല്ല റേറ്റ് കൂടുതലായിട്ടോ. ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റാണ്. ഒരു 300 സംതിങ് എങ്ങാണ്ടായിരുന്നു ചിക്കൻ കറിക്ക്. പിന്നെ ചപ്പാത്തിക്കായാലും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. കഴിച്ചിട്ട് നമ്മളിനി നമ്മളുടെ അടുത്ത സൈറ്റ് സീയിങ്ങിലേക്ക് പോവാണ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് കാലാപത്തർ ബീച്ചിലേക്കാണ് കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ടോർക്കോയ്സ് ബ്ലൂ ഉള്ള ബീച്ചിലേക്കാണ് പോകുന്നത്. എനിക്ക് അവിടെ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ്. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. വലിയ ആളുകളൊന്നും ഇല്ലായിരുന്നു ഞാൻ വന്ന ദിവസം. അതുകൊണ്ട് തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്തു. കണ്ടോ, ഈ ഒരു വ്യൂ കാണുമ്പോഴേ നമുക്ക് അതിൽ പെട്ടെന്ന് പോയി ഇറങ്ങാനാണ് തോന്നുന്നത്. എനിക്ക് ആ ഒരു
അവസ്ഥയായിരുന്നു. നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് അങ്ങോട്ട് പോയിട്ട് ആ സൈഡിലേക്ക് പോയി, മുന്നിലേക്ക് പോയിട്ട് അവിടെയാണ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. അവിടെ വലിയ ക്രൗഡഡ് അല്ലായിരുന്നു, ഇത്രയും ആൾ പോലും ഇല്ലായിരുന്നു. ഏകദേശം ഞങ്ങൾ രണ്ടും മാത്രം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്ക്. പിന്നെ ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് റീലായിട്ടുള്ള ഒരു റീല് ചെയ്യാൻ നോക്കിയത്, പക്ഷെ ചിരിപ്പോയി. അവിടെ വലുതായിട്ട് ഇങ്ങനെ നമ്മൾ വരച്ചിട്ടും ഒന്നും വരുന്നില്ലായിരുന്നു. അത് കാരണം നമ്മളത് ഡ്രോപ്പ് ചെയ്ത് കേട്ടോ. ഞങ്ങൾ ആൻഡമാനിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്ഥലം കാലാപത്താറ തന്നെയാണെന്ന് തന്നെ പറയാം. പിന്നെ എലിഫൻറ്റ് ബീച്ചും നല്ലതായിരുന്നു. അവിടുന്ന് കുറേ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു കാം പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എത്ര വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. ഇങ്ങനെ കുറേ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് വരുമ്പോൾ ഇങ്ങനെ ഇത് കണ്ട് ഈ ബീച്ച് ഇരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഒരു 1.5 hours അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ ഡ്രൈവർ നമ്മളെ ഇറക്കുമ്പോൾ, അതായത് നമ്മളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോകുമ്പോൾ നമുക്കൊരു ടൈം തന്നിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ നമ്മൾ അവരെ തിരിച്ചു വിളിച്ചിട്ട് അവരെ പിക്ക് ചെയ്തുകൊണ്ട് പോകും നമ്മളെ. അപ്പോൾ ആ ടൈമിനുള്ളിൽ നമ്മൾ ആ ഒരു സ്ഥലം കണ്ടു തീർക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഈ പാക്കേജിലുള്ള ടൈമിംഗ് എല്ലാം തെറ്റും. ഇനി നമ്മൾ പോകുന്നത് രാധാനഗർ ബീച്ചിലേക്കാണ് കേട്ടോ. രാധാനഗർ ബീച്ച് നല്ല അടിപൊളിയാണ്, പക്ഷെ കുറച്ചുകൂടെ ക്രൗഡഡാണ്. അവിടെയാണ് നമ്മൾ സൺസെറ്റ് കാണാൻ പോകുന്നത്. ഈ പോകുന്ന വഴിക്കെല്ലാം നമുക്ക് ഫോട്ടോഷൂട്ട് വേണമെന്ന് ചോദിച്ചിട്ട് കുറേ പേര് ഇങ്ങനെ നിൽപ്പുണ്ടാവും. നമ്മൾ ഓൾറെഡി നമ്മുടെ പാക്കേജിൽ ഫോട്ടോഷൂട്ട് ഉണ്ട്, അതുകൊണ്ട് നമുക്കിനി വേറൊരാളെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ രാധാനഗർ ബീച്ചാണിത്. ഇവിടെ നമുക്ക് ബീച്ചിൽ കുളിക്കാം. അപ്പോൾ കുളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായതുകൊണ്ട് അവിടെ ചേഞ്ചിങ് റൂമും എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിന് പേ ഒക്കെ ചെയ്യണം, എന്നാലും എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതായത് നന്നായിട്ട് കുളിക്കുകയൊക്കെ ചെയ്യാം. കുറേ പേര് ഉണ്ടാവും, പക്ഷേ ആരെയും ബോദർ ചെയ്യാതെ, ആരെയും മൈൻഡ് ചെയ്യാതെ, നമ്മളുടെ നാട് പോലും അല്ല. അപ്പം നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഞങ്ങൾ ഈ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡയറക്റ്റ് ബീച്ചിലേക്ക് അങ്ങ് ഇറങ്ങി. പിന്നെ ഫോണൊന്നും എടുത്തില്ല, പിന്നെ അതൊന്നും വീഡിയോസൊന്നും എടുത്തില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇവിടെ. നന്നായിട്ട് ബീച്ചിലൊക്കെ കുളിച്ചു. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അടുത്ത ഇൻസ്റ്റാഗ്രാം ട്രെൻഡിങ് റീല് ചെയ്യാൻ നോക്കിയത് ഇതും പാളിപ്പോയി കേട്ടോ. ഇത് ഞങ്ങൾക്ക് പകുതി ഭാഗമേ ഞങ്ങളുടെ ഫോട്ടോ കിട്ടിയുള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്ലോഡൊന്നും ചെയ്തില്ല. ആകെ ശോകമായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമമായി. അത്രയും നമ്മളിതിങ്ങനെ ആ മണ്ണെല്ലാം കോരി എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട്. ബീച്ചിൽ നിന്ന് തിരിച്ച് കയറി കുളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ
തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഡ്രൈവറിനെ വിളിക്കാൻ പറ്റുന്നില്ല, റേഞ്ച് ഇല്ല. അവിടെ ആകെ കിട്ടുന്നത് BSNL മാത്രമാണ്, പിന്നെ എയർടെലിന് കുറച്ച് കിട്ടും. ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആകെ പെട്ടുപോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് റേഞ്ച് വന്നത്. അപ്പം റേഞ്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടത്. അവിടെ ഇങ്ങനെ വലിയ വലിയ മീൻ, ലോബ്സ്റ്ററൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അത് കാരണം നമ്മളൊരു ചെറിയ റെസ്റ്റോറൻറ്റ് കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ കയറിയപ്പോഴാണ് നമ്മൾ ഒരു ഫിഷ് കട്ട്ലറ്റിൻ്റെ ഇത് കണ്ടത്. അങ്ങനെ ഫിഷ് കട്ട്ലറ്റും തവ ഫ്രൈയും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അങ്ങനെ മെനു ഒക്കെ നോക്കി നല്ല റേറ്റ് ഉണ്ട്, എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ട്. സീ ഫുഡ് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റ് വരും. അപ്പോൾ നമ്മൾ ഫിഷ് കട്ട്ലറ്റും പിന്നെ തവ ഫ്രൈയും ആണ് വാങ്ങിയത്. ചെറിയൊരു, അത് ഏത് മീനാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും വലിയ വ്യത്യാസം വരില്ല ടേസ്റ്റിന്. വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ മാഗി വാങ്ങിച്ചു കേട്ടോ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് വിശപ്പ് അടങ്ങിയില്ല, അതുകൊണ്ട് തന്നെ ഒരു മാഗി ഇവിടെ വാങ്ങിച്ചു. ഞങ്ങളിവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മാഗി അതൊന്ന് കഴിച്ചത്. അതാകുമ്പോൾ ടേസ്റ്റ് പിടിക്കും, പിന്നെ വലിയ കുഴപ്പവും വരില്ല. ഇതാണ് തവ ഫ്രൈ. തവ ഫ്രൈയും നല്ലതായിരുന്നു. ഫിഷ് കട്ട്ലറ്റ് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, അത് കൊള്ളായിരുന്നു. പിന്നെ നമ്മൾ തിരിച്ച് നമ്മളുടെ സ്റ്റേയിലേക്ക് പോയി കേട്ടോ. അപ്പം രാത്രിയിൽ നോക്കിയപ്പം ഇങ്ങനെ കുറേ പേര് പൂളിൽ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നെക്സ്റ്റ് ഡേ നമ്മുടെ ആനിവേഴ്സറി ഡേ വന്നിട്ടുണ്ടായിരുന്നു, December 11th. അപ്പോൾ രാവിലെ ഞാൻ 5 മണിക്കൊക്കെ എഴുന്നേറ്റു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ ഒരു സൺറൈസ് ഒക്കെ കണ്ടു, നല്ലതായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വൈഫൈക്ക് റേഞ്ച് ഇല്ലായിരുന്നു. അപ്പം കുറച്ച് പോസ്റ്റൊക്കെ ഇടണമല്ലോ, ആനിവേഴ്സറി അല്ലേ. അപ്പോൾ അത് കാരണമൊക്കെ എഴുന്നേറ്റതാണെന്ന് തോന്നുന്നു, റേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട്. വെളിയിലൊക്കെ പോയി നിന്ന് നോക്കി, അപ്പോൾ കണ്ട സൺറൈസ് ആണിത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നന്ദു എഴുന്നേറ്റു, നന്ദുവിന് വിഷ് ചെയ്തു. പിന്നെ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ പാക്കേജിൽ ഹോട്ടൽ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്, സ്റ്റേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഉച്ചക്കലത്തെ ഡിന്നർ മാത്രം നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഒരു ചപ്പാത്തി പോലത്തെ ഒരു സംഭവമാണ്, ചപ്പാത്തി ഇഡ്ഡലി ബൊഫെ ആണ് കേട്ടോ. അപ്പോൾ ബൊഫയിൽ ഞാൻ ചപ്പാത്തിയും പൂരിയും ഉപ്പുമാവുമാണ് എടുത്തത്. അത് മതിയായിരുന്നു എനിക്ക്. പിന്നെ വേണ്ട ഇഡ്ഡലിയും സാമ്പാറും വേണ്ടവർക്ക് ഇഡ്ഡലി എടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ട് പൂളുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് പൂളുള്ള റിസോർട്ട് വേണമെന്ന് ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് പൂളിലൊക്കെ ഒന്ന് പോയി. വലിയ രസമൊന്നുമില്ല, എന്നാലും പൂളിലൊന്നും ഇറങ്ങാം എന്ന് കരുതി. അങ്ങനെ അവിടേക്ക് ഒന്ന് നോക്കി, അവിടേക്ക് ആ പരിസരം എല്ലാം നോക്കി റിസോർട്ടിൻ്റെ. അപ്പോൾ അവിടെ ഒരു ചെറിയ തോട്ടമൊക്കെ കണ്ടു കേട്ടോ. എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് ആ തോട്ടത്തിൽ. പക്ഷെ എല്ലാം ഇങ്ങനെ ഒരു ഉണങ്ങി ഇരിക്കുന്ന പരുവത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടുത്ത സൈറ്റ് സീയിങ് പ്ലേസ് എന്ന് പറയുന്നത് എലിഫൻറ്റ് ബീച്ചാണ്. അപ്പോൾ എലിഫൻറ്റ് ബീച്ചിലാണ് നമ്മളുടെ ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നത്. അതായത് സ്നോർക്കലിംഗ്, പിന്നെ സ്ക്യൂബ ഡൈവിങ്, പിന്നെ അങ്ങനത്തെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ. അവിടെ പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്തൊക്കെ ഉണ്ടായിരുന്നെന്നൊക്കെ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ റെഡിയായി എല്ലാം സെറ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവിടെ ഒരു ചെറിയ ബോട്ടിൽ വേണം നമുക്ക് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട്, എലിഫൻറ്റ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചെല്ലുമ്പോഴേ നമ്മുടെ അടുത്ത് ചോദിക്കും നമുക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് വേണമെന്ന് അവർ ചോദിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി കൊടുത്ത് നമ്മൾ അതിൻ്റെ റേറ്റ് പേ ചെയ്തിട്ട് വേണം നമ്മൾ അങ്ങോട്ടേക്ക് ബോട്ടിലേക്ക് പോകാൻ. അവിടെ വന്നിട്ടും എടുക്കാം, പക്ഷേ ഇവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടുമെന്ന് തോന്നുന്നു. നമ്മുടെ ടൂർ പാക്കേജ് ചെയ്ത് തന്നവരുടെ പേരായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ പോകണം. അപ്പോൾ ആ ബോട്ടിൽ കയറി നമുക്ക് അവിടെ എത്താം, എലിഫൻറ്റ് ബീച്ചിൽ എത്താം.
സ്പീഡ് ബോട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇരിക്കുകയാണ്. അപ്പോൾ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അത് കാരണം എനിക്ക് ചെറുതായിട്ടൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ എലിഫൻറ്റ് ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബോട്ട് വഴി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ എലിഫൻറ്റ് ബീച്ചിലേക്ക് എത്തുന്നത് കേട്ടോ. ഞങ്ങളുടെ പാക്കേജിൽ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് സ്നോർക്കലിംഗ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഓൾറെഡി മാലദ്വീപ്സിൽ ചെയ്തതുകൊണ്ട് വീണ്ടും ചെയ്യണമെന്നില്ലായിരുന്നു. പക്ഷേ അത് കോംപ്ലിമെൻ്ററി ആയതുകൊണ്ട് ഞങ്ങൾ എടുത്തു. അതുപോലെ അത് നമ്മൾ കടലിന് നടുക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഡൈവ് ചെയ്തിട്ടല്ല, നമ്മൾ ഷോറിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം അവർ നമ്മളെ പ്രാക്ടീസൊക്കെ ചെയ്യിപ്പിക്കുക. ആ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് അവർ ഉദ്ദേശിച്ചത് കോംപ്ലിമെൻ്ററി ആയിട്ട്. അത് ഞങ്ങൾക്ക് പിന്നെയാണ് മനസ്സിലായത്. പിന്നെ അത് പ്രാക്ടീസ് ചെയ്തിട്ട് അവർ ഞങ്ങളോട് ചോദിച്ചു, ഇനി നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാൻ പോയാലോ, അതായത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയാലോ എന്ന്. ഞങ്ങൾ വിചാരിച്ചു ഇതും കോംപ്ലിമെൻ്ററി ആയിരിക്കുന്നു. പക്ഷേ ആ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനും പെർ ഹെഡ് 1200 രൂപ കൊടുക്കണം. അത് പറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിലും ഇതാണ് ഈ സ്നോർക്കലിംഗ് ചെയ്യുന്നതിൻ്റെ റേറ്റ് ആണെന്ന് ഇത് പറഞ്ഞില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ സ്നോർക്കലിംഗ് ചെയ്തിട്ട് പിന്നെ ഫോട്ടോ ഒന്നും വീഡിയോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മുങ്ങിയൊക്കെ നടന്നു. പക്ഷെ വേണ്ടാന്നൊക്കെ കരുതി. പിന്നെ അവർ പറഞ്ഞു എന്തായാലും പേ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പിന്നെ അത് പേ ചെയ്തു. പിന്നെ ഞാനൊരു റൈഡ് ചെയ്തു കേട്ടോ, ബമ്പർ റൈഡ്. ഞാൻ ഏറ്റവും അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ് ചോദിച്ച് വാങ്ങിയതാണ്. പക്ഷെ അത് എനിക്ക് തെറ്റായിപ്പോയെന്ന് പിന്നെ തോന്നി. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് കടലിൽ വീണു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പീഡ് ബോട്ട് ഉണ്ടാവും, പുറകിൽ ഒരു ബെഡ് പോലെ കാണും, അതിലിങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടക്കണം. അപ്പോൾ ഇത് ഭയങ്കര സ്പീഡിലായിരിക്കും പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ കൈ എന്തെങ്കിലും സ്പീഡ് കാരണം ഇങ്ങനെ കൈ വിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടലിലോട്ടാണ് വീഴുന്നത്. അങ്ങനെ ഞാൻ വീണു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. പിന്നെ എന്നെ എങ്ങനെയൊക്കെയോ അവർ ആ ബോട്ട് ഓടിച്ച ആൾ അന്ന് തിരിച്ച് ബോട്ടിൽ തന്നെ പിടിച്ച് കയറ്റി. ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഞാൻ ഇത്രയും പേടിച്ചൊരു ഇൻസിഡൻറ്റ് വേറെ കാണൂല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ നന്ദുവും പേടിച്ചു പോയി. ഞാനിപ്പോൾ വീണ് പോയി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ട് ആ ഒരു സൈറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നന്ദുവിൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത് കേട്ടോ, അതും കടലിൽ. അതെനിക്കും സ്വിം ചെയ്യാൻ പോലും അറിയത്തില്ല. പക്ഷേ ലൈഫ് ജാക്കറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ ഭയങ്കരമായിട്ട് ഞാനും പേടിച്ചു പോയി. മുങ്ങിപ്പോവോ, എനിക്കിത് ഇട്ടുകൊണ്ട് ഇങ്ങനെ കമന്ന് കിടക്കണം എന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാനിങ്ങനെ മുങ്ങിപ്പോകുന്നത് പോലെ തന്നെ ഇങ്ങനെ ചെയ്യുവാണ്. പക്ഷെ അവർ വന്ന് പിടിച്ച് കയറ്റി. അതായത് ഞാൻ തന്നെ കയറണം ബോട്ടിൽ. പക്ഷെ ബോട്ട് അടുപ്പിച്ച് തന്നു, അങ്ങനെ കയറി. പിന്നെ ഞാൻ ആ റൈഡിൽ എൻ്റെ അടുത്ത് ചോദിച്ചു കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേടിയായി. എനിക്ക് വയറിലൊക്കെ ഭയങ്കരമായിട്ടും ശ്വാസം എടുത്തിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. നന്ദവും പേടിച്ചു പോയി. പക്ഷെ പിന്നെ ഓക്കെ ആയി, അപ്പം തന്നെ ഓക്കെ ആയി. എന്നാലും ഞാൻ ഒരിക്കലും മറക്കത്തില്ല ആ ഒരു റൈഡ്. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പോയതാണ്. ഭയങ്കരമായിട്ട് പേടിച്ചും പോയി. അപ്പം നന്ദു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇപ്പം നിനക്ക് മതിയായല്ലോ, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യാൻ നോക്കിയതല്ലേ, ഇത്രയോ വേറെ നല്ല റൈഡുകൾ ഉണ്ടായിരുന്നു. ബനാന റൈഡ് അല്ലാതെ കുറേ നല്ല ചെറിയ വലിയ പേടിയൊന്നും ആവാത്ത വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ഉണ്ടായിരുന്നു. അതൊന്നും ചെയ്തില്ല. എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എലിഫൻറ്റ് ബീച്ച് ഞാൻ ഒരിക്കലും മറക്കൂല.
കടലിന് സൈഡിലൊക്കെ കാണുന്നതാണ് കേട്ടോ ഈ സ്നോർക്കലിംഗ് അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ടാണ് കുറച്ചുകൂടി ഡീപ്പായിട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി അവിടെ നിന്ന് മാറിയിട്ട് പിന്നെ കുറച്ച് റിലാക്സ് ചെയ്തു കേട്ടോ. കാരണം ഞാൻ ആ ഒരു ഷോക്കിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു, വയറൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ കരുതിയിട്ട് നോക്കുമായിരുന്നു കേട്ടോ. അവിടെ അവർ കൂടുതലായിട്ടും ബ്ലാക്ക് സോൾട്ടാണ് എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. ഈ ചാറ്റ് മസാല പോലെ എന്താണ് അങ്ങനെ വേണ്ടിയിട്ട് ബ്ലാക്ക് സോൾട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അപ്പം അത് മാക്സിമം ഒഴിവാക്കി വാങ്ങണമെന്നാണ് കരുതിയത്. പക്ഷേ വീണ്ടും വാങ്ങിയത് അത് തന്നെയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ വാങ്ങിച്ചപ്പോഴത്തേക്ക് അത് തന്നെ ഇട്ട് തന്നത്. പിന്നെ ഞങ്ങൾ കരിക്ക് വാങ്ങിച്ചു കുടിച്ചു. കുറച്ച് വലിയ കരിക്കാണ് അവിടെ കിട്ടുന്നത്, നമ്മൾ ഇവിടെ കിട്ടുന്നതിനെക്കാട്ടി. ടേസ്റ്റൊക്കെ സെയിം തന്നെ കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. അതും വാങ്ങിക്കുടിച്ചു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ലഞ്ച് അതായിരുന്നു, ഫ്രൂട്ട്സും 2 കരിക്കും. വേറൊന്നും കഴിക്കാൻ ശരിക്കും തോന്നിയില്ല. ഫുഡ് ഭയങ്കര മിതമായിട്ടാണ് ഞങ്ങൾ അവിടെ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിനിയിപ്പോൾ തിരിച്ചു പോകുക. അതോ ആ കാണുന്നതൊക്കെ ബനാന റൈഡാണ്. ഇതിലൊക്കെ പോയാൽ മതിയായിരുന്നു. മറ്റേത് ഭയങ്കര ഞാൻ പേടിച്ചു പോയിട്ടോ, ഞാൻ വെറുതെ പറയല്ല, നന്നായിട്ട് ഞാൻ പേടിച്ചു. നല്ലൊരു ആനിവേഴ്സറി ഗിഫ്റ്റ് ആയിരുന്നു എനിക്കത്. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റീസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി റൂമിലേക്ക് പോയി അവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ അവരുടെ പാക്കേജിലുള്ള എല്ലാം കഴിഞ്ഞു. ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് വൈകുന്നേരം ഡിന്നർ ഞങ്ങളായിട്ട് ബുക്ക് ചെയ്തിട്ട് പോവാണ്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളിയാണ്, അവിടെ പോകണം, അവിടുത്തെ ഫിഷൊക്കെ കഴിക്കണം എന്നൊക്കെ. അപ്പോൾ അവിടുത്തെ തവ ഫ്രൈ ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ തന്നെ തീരുമാനിച്ചു, ആനിവേഴ്സറിക്ക് അവിടെ തന്നെ പോവാം. അങ്ങനെ അങ്ങോട്ട് പോവാണ്. അവർ തന്നെ പിക്ക് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി, എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മതി എവിടെയാണെന്ന്. അപ്പോൾ അവർ അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. നല്ല ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആയിരുന്നു, നല്ല ആംബിയൻസ് ഒക്കെ ആയിട്ട്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു തവ ഫ്രൈ. എൻ്റെ ഫ്രണ്ട് അതാണ് കൂടുതലും പറഞ്ഞത് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ സൂപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഒരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്ത് അവർ തന്നെ അപ്പം പ്രിൻ്റ് എടുത്ത് നമ്മൾ സംതിങ് ഡിഫറെൻറ്റിൻ്റെ ഫ്രെയിമൊക്കെ വെച്ച് ഞങ്ങൾക്ക് തന്നു കേട്ടോ. അത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുവാണ് റെസ്റ്റോറൻറ്റിൽ. അത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി. അത് ചിലപ്പോൾ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും, പക്ഷേ എന്നാലും നമുക്കൊരു മെമ്മറിക്ക് വേണ്ടി നമുക്ക് തന്നെ അവരത് തരികയും ചെയ്യും. എന്നിട്ട് അത് പിടിച്ച് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവരൊരു ഫോണിൽ നമുക്ക് റിവ്യൂ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഫോൺ തരും. ചിലപ്പം അത് നമ്മളൊരു ഫോട്ടോ തന്ന് നമ്മളൊരു തിരിച്ച് റിവ്യൂ കൊടുക്കുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം, പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കാര്യമാണ് അവർ ചെയ്തത്. അപ്പം ഇതാണ് ആ ഒരു ഫോട്ടോ. നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് അവർ ആ ഫ്രെയിമൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. നല്ലൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ റിവ്യൂ ഒക്കെ കൊടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവരെ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവരുടെ കാർ വന്നിട്ട് വേണം ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഹാപ്പി ആയിട്ട് നല്ല ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ചു പോയിട്ട് ഞങ്ങളൊരു കേക്ക് ഇവരടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാക്കേജ് ചെയ്യുന്നവർക്ക്. അപ്പോൾ അവർ ഞങ്ങൾക്കൊരു കേക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളുടെ ഹോട്ടലിലാണുള്ളത്. അവിടെ നിന്ന് അത് വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ കേക്ക് കട്ട് ചെയ്യണം. എന്തായാലും നമ്മുടെ ആനിവേഴ്സറിയിൽ ഒരു കേക്ക് എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഞങ്ങളിനി കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അത് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളുടെ ഈ ആനിവേഴ്സറി ഡേ ഭയങ്കര രസമായിട്ട് നല്ല നല്ല ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് നല്ല നല്ല മെമ്മറീസൊക്കെ തന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് അടിപൊളിയായിട്ട് അവസാനിച്ചു. അപ്പോൾ ഇത് ഞാൻ ആൻഡമാൻ പോയിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. ഇനി സെക്കൻഡ് പാർട്ട് ഉടനെ വരും. അപ്പോൾ ആ ഒരു പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എല്ലാവരും. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ.